കസാക്കിസ്ഥാൻ എന്ന രാജ്യത്തെ എൻ്റെ അവസാനത്തെ ദിവസമാണിന്ന്. തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാനുള്ള സമയമായി. പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ മെട്രോ ഒന്ന് കാണണം, അതുപോലെ തന്നെ പ്രശസ്തമായ അർബാഡ് സ്ട്രീറ്റിൽ ഒന്ന് പോകണം. അതിനുവേണ്ടി രാവിലെ ഒരു പാർക്കിൽ കൂടി നടക്കുകയാണ്. രാവിലെ തന്നെ നല്ല വെയിലുണ്ട്. ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ വെയിലേറ്റ് ഉറങ്ങുകയാണ് പാർക്കിൽ വന്നിട്ട്. ഈ പാർക്കിൽ നിറയെ ടുലിപ്പ് ഫ്ലവേഴ്സാണ്. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കമായതുകൊണ്ട് സമ്മർ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടുലിപ്പ് ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. രാവിലെ തന്നെ പുസ്തകം വായിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ വളർത്തു നായയും കൊണ്ട് ജോഗിങ്ങിന് വരുന്ന ആളുകളെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഈ പാർക്കിൽ കൂടെ നടക്കുകയാണ്. ഞാൻ ആദ്യം അൽമാട്ടി നഗരത്തിൽ വന്നിറങ്ങിയപ്പോൾ മഴയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മഴയും മഞ്ഞും വെയിലും അങ്ങനെ പലതരത്തിലുള്ള കാലാവസ്ഥ കാണാൻ പറ്റി. ഇനി അങ്ങോട്ട് കാലാവസ്ഥ ഭയങ്കര ചൂടായിരിക്കും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഏകദേശം ഒരു 40-42 ഡിഗ്രി വരെയൊക്കെ ഇവിടെ ചൂട് വരുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ പാർക്ക് പിന്നിട്ട് മെട്രോ സ്റ്റേഷനിലേക്കുള്ള നടത്തത്തിലാണ്. ആദ്യം നമുക്ക് മെട്രോ സ്റ്റേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ആദ്യത്തെ ടാസ്ക്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അഭയ് സ്ക്വയർ ആണ്. ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അഭയ് സ്റ്റേഷൻ നോക്കിയുള്ള നടത്തത്തിലാണ് ഞാൻ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കോക്ടോബയിലേക്ക് പോകാൻ വേണ്ടി നടന്നു പോയ വഴിയാണ്. ഈ സൈഡിൽ കാണുന്ന യൂണിവേഴ്സിറ്റിയുടെ ആ ഓരത്തോടെയാണ് ഞാൻ നടന്നു പോയത്. ഇവിടെ കുറേ വിദ്യാർത്ഥികൾ നിൽക്കുന്നത് കാണാം. ബസ് കാത്തുള്ള നിൽപ്പാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് പോകാൻ വേണ്ടിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ സുലഭമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സുകൾ ഇവിടെ വന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇവിടെ യാൻഡെറ്റ്സ് ആപ്പിൽ നമുക്ക് ബസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസാണ്. അതായത് നമുക്ക് എവിടെ പോകണമെങ്കിലും യാൻഡെറ്റ്സ് ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ബസ് ട്രാക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഏത് ബസ്സിലാണ് പോകേണ്ടതെന്ന് കറക്റ്റ് ഇൻഫർമേഷനും കിട്ടും. അങ്ങനെ അഭയ് മെട്രോ സ്റ്റേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ കാണുന്നതാണ് അഭയ് സ്റ്റേഷൻ. ഇതിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വേണം മെട്രോ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ. ഇവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്ന കസാക്കിലും റഷ്യൻ ഭാഷയിലുമാണ്. ഇംഗ്ലീഷിലും ചില സ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് അന്വേഷിക്കണം. $120 കസാക്കിസ്ഥാൻ ടെങ്കെ, അതായത് നമ്മുടെ ഒരു 20 രൂപയാണ് ഒരാൾക്ക് ഈ മെട്രോയിൽ യാത്ര ചെയ്യാനുള്ള പൈസ. ഈ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും പോയി ഇറങ്ങാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ ചീപ്പാണ്. ഈ എസ്കലേറ്ററിൽ കയറിയപ്പോൾ ഇത്രയ്ക്ക് സ്റ്റീപ്പിലേക്കായിരിക്കും നമ്മൾ പോകുന്നതെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഭയങ്കര താഴെയാണ്. അപ്പോൾ അത്രയും സ്റ്റീപ്പായിട്ടാണ് ഈ എസ്കലേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. കുറയുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ട്രെയിനിലേക്ക് കയറാം. ഏത് ട്രെയിനാണ് എങ്ങോട്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളെന്ന് തോന്നുന്നു. ഇനിയും താഴേക്ക് ഇറങ്ങണം. ഭയങ്കര സംഭവം അല്ലേ? അതായത് ഒരു ഫ്ലോർ നമ്മൾ താഴേക്ക് വന്നു. പിന്നെ അപ്പം എന്തോരം ഇത് പണിത് എങ്ങനെയായിരിക്കും അല്ലേ? ഇവിടെ കുറേ പെയിന്റിങ്സ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ മുകളിൽ അഭയ് സ്ക്വയറിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടിലുണ്ടെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. താഴേക്ക് ഇറങ്ങി വരണം ഇതിൻ്റെ ഒരു ബ്യൂട്ടി കാണണമെങ്കിൽ. ഇവിടെ മാപ്പുണ്ടല്ലേ? ഇവിടെ മെട്രോയുടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് ട്രെയിനൊക്കെ പോകുന്നതെന്ന് കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. വെറുതെ മെട്രോ എന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞങ്ങൾ വന്നതാണ്. ഇവിടെ കുറേ സ്റ്റേഷൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. മോസ്കോ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഇവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പോകേണ്ട ട്രെയിൻ അല്ല എന്നാണ് ഇവിടുത്തെ ഒരു പോലീസുകാരനോട് ചോദിച്ചപ്പോൾ മനസ്സിലായത്. ഇത് പ്ലാറ്റ്ഫോം 1 ആണ്. പ്ലാറ്റ്ഫോം 2-ലാണ് മോസ്കോ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കുള്ള ട്രെയിൻ വരുന്നത്. അതുകൊണ്ട് പ്ലാറ്റ്ഫോം 2-ലേക്ക് നമ്മൾ നടക്കുകയാണ്. ഇവിടെ 2 ലോക്കൽ കസാക്കുകാരെ നമുക്ക് കൂട്ടിന് കിട്ടിയിട്ടുണ്ട്. അവരും മോസ്കോ സ്റ്റേഷനിലേക്കാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്.
he worked this. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. മോസ്കോ സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ സ്റ്റേഷൻ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഈ കയറുന്ന അബേ സ്റ്റേഷനിൽ നിന്നും 2ാമത്തെ 3ാമത്തെ സ്റ്റേഷനാണ് മോസ്കോ എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഒരുപാട് ആളുകൾ ട്രെയിനിലുണ്ട്. പുറത്ത് നമുക്കത് കാണാം. ഇനി ട്രെയിനിനുള്ളിലേക്ക് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. Guys, this is Kazakhstan and we are in Almaty metro. So this is capital, old capital in Kazakhstan. Nowadays capital is Astana and metro is Indy. So welcome Kazakhstan. So we have a lot of time places, good city, for example Astana, Turkestan, Chimkent. So welcome to Kazakhstan. അങ്ങനെ മോസ്കോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് മോസ്കോ സ്റ്റേഷൻ. റഷ്യയിലുള്ള മോസ്കോ അല്ല കേട്ടോ, ഇത് കസാക്കിസ്ഥാനിലുള്ള മോസ്കോയാണ്. രാവിലെ നമ്മളൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു ഡോണർ ഷോപ്പിലേക്ക് നടക്കുകയാണ്. കേരള ഡോണർ, കർവാൻ ഡോണർ കയറാല്ലേ. പക്ഷെ ഇവിടെ എന്താ ഷവർമ ആയിരിക്കുമല്ലോ മെയിനായിട്ട്. ആരും ഇല്ല. പക്ഷെ അവിടെ ഇതിൻ്റെ റെസ്റ്റോറൻറ്റിലെ മെനു എല്ലാം റഷ്യനില്ല. 1000 ഭയങ്കര കത്തിയുള്ള ഇവിടെ. ഞങ്ങൾ 2 ഡോണർ ഓർഡർ ചെയ്തു. ഒന്ന് ചിക്കനും ഒന്ന് ബീഫും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് 1450 കസാക്കിസ്ഥാൻ ടെങ്കയാണ്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 240-250 രൂപയൊക്കെ അടുത്ത് വരും. അപ്പോൾ ആദ്യം മെനു കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഭയങ്കര കത്തി റേറ്റ് ആയിരിക്കുന്നു. പക്ഷേ അത് കൺവേർട്ട് ചെയ്തപ്പം കുഴപ്പമില്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ട് തോന്നി. അതേതാ ബീഫാ? ചിക്കനാ? ബീഫ്. ഓ വലുതല്ലേ? ട്രൈ ചെയ്ത് നോക്കാം. And they have not just this, they give us this dressings. അത് മയോണൈസാ? Then chili, they have a small spoon. ഭക്ഷണം കഴിച്ചിട്ട് നേരെ മെട്രോയിലേക്ക് വന്നു. അൽമാട്ടി സിറ്റിയിലേക്ക് പോകണം. ഇവിടെ എത്തുമ്പോഴാണ് എത്രത്തോളം താഴെയാണ് ഈ മെട്രോ സ്റ്റേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മെട്രോ ഇറങ്ങി നേരെ പാൻഫിലോ പാർക്കിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം അസംഷൻ കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാർക്കിലേക്ക് വന്നിരുന്നു. ഉച്ച കഴിഞ്ഞുള്ളൊരു സമയമാണ്. പാർക്കിലേക്ക് പതിയെ ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നൊരു സമയം. കഴിഞ്ഞ ദിവസം കുറച്ച് കാഴ്ചകൾ നമ്മൾ മിസ് ചെയ്തിരുന്നു. കത്തീഡ്രൽ മാത്രമേ കാണാനായിട്ട് സാധിച്ചുള്ളൂ. പക്ഷേ ഇവിടെ വേറെ കുറച്ച് കാഴ്ചകളും കൂടിയുണ്ട്. ഇതൊരു യുദ്ധസ്മാരകമാണ്. ദ മെമ്മോറിയൽ ഓഫ് ഗ്ലോറി എന്ന പേരിൽ അറിയപ്പെടുന്ന 2ാം ലോക മഹായുദ്ധ സ്മാരകമാണിത്. 2ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട കസാക്കിസ്ഥാനിൽ നിന്നുള്ള സൈനികരുടെ സ്മരണയ്ക്കുള്ള സ്മാരകം. 2ാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് 2.25 കോടി ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഇത്തരം നാടുകളിലെ കുടുംബങ്ങളിൽ നിന്ന് 1-2 ചെറുപ്പക്കാർ വീതമെങ്കിലും ഉൾപ്പെട്ടിരുന്നു. അത്ര തീവ്രമായി ഇവരെ പിടിച്ചൊളിച്ച സംഭവമായിരുന്നു 2ാം ലോക മഹായുദ്ധം. അതുകൊണ്ട് തന്നെ പഴയ സോവിയറ്റ് യൂണിയനിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള കെടാവിളക്കുകളും സ്മാരകങ്ങളുമായി ഇവരുടെ ഓർമ്മ നിലനിർത്തുന്നു. ഇവിടെ പാർക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ ജോലിക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിയമുണ്ട്. ഈ വിശാലമായ ചത്വരത്തിന് സമീപത്തായിട്ടുള്ള മ്യൂസിയമാണ്. ഇതൊരു മിലിറ്ററി മ്യൂസിയമാണ്. അതുപോലെ തന്നെ ഇവിടെ 2ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കികൾ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട്.
വളരെ മനോഹരമായിട്ടാണ് ഇവർ ഈ ഉദ്യാനവും ഈ ചത്തുരവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഞാൻ ആ സ്ക്വയറിൽ നിന്ന് മാറി പുറത്തേക്കുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ കുറേ കുട്ടികൾ എൻ്റെ നേരെ നടന്നു വരുന്നു. അവരെന്നെ നോക്കി കൈവീശുന്നു. എന്തോ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചത്തുരത്തിലേക്ക് എത്തിയതാണ് ഈ കുട്ടികൾ എന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അൽമാട്ടിയിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അർബാറ്റ് സ്ട്രീറ്റിലേക്കാണ്. അൽമാട്ടി നഗരത്തിൽ വന്ന് ആദ്യം തന്നെ പോകേണ്ടിയിരുന്നൊരു കാഴ്ചയാണ് അർബാറ്റ് സ്ട്രീറ്റ്. പക്ഷേ ഇപ്പോഴാണ് എനിക്കിത് സന്ദർശിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയത്. അർബാറ്റ് സ്ട്രീറ്റിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ ഒരാൾ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടോ. സ്വന്തം ഗിറ്റാർക്ക് ഉപയോഗിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ആളുകൾ വരുന്ന സമയത്ത് ഇറങ്ങിയതാണ് അദ്ദേഹം. ഞാൻ കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് അവിടെ നിന്നു. മറ്റൊരു വഴിയിലൂടെ മാറി നടക്കുമ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങുകളുടെ ഒരു പ്രദർശനം കാണാനായിട്ട് സാധിക്കും. ഇത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ വരച്ച കസാക്കിസ്ഥാൻ്റെ നേച്ചറും അതുപോലെ തന്നെ സംസ്കാരവും ഒക്കെ ഉൾക്കൊള്ളുന്ന പെയിൻറ്റിങ്ങുകളാണ്. ഇവിടെ 2 ബിരുദന്മാരിരുന്ന് പാട്ട് പാടുന്നു. ഇവരൊക്കെ ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. മുന്നോട്ട് നടക്കുമ്പോൾ ഒത്തിരിയേറെ ആളുകൾ നടന്നു വരുന്നത് കാണാം. വൈകുന്നേരം ആകുമ്പോഴാണ് ഈ സ്ട്രീറ്റ് ആക്റ്റീവ് ആവുന്നത്. ഇവിടെ എന്തോ ഒരു ഗെയിംസ് നടക്കുന്നുണ്ട്. ഇവിടെ ആളുകൾ തമ്മിൽ എന്തോ മത്സരം, എന്തോ ബിയറോ അല്ലെങ്കിൽ എന്തോ സോഫ്റ്റ് ഡ്രിങ്കോ കുടിച്ചു തീർക്കുന്നൊരു മത്സരമാണ്. അവരെ പിന്നിട്ടിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ കുറേ ആളുകൾ കുട്ടികളായിട്ട് വരുന്നത് കാണാം. വൈകുന്നേരം ആകുമ്പം കുട്ടികളെ ഒന്ന് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഇവരെ കൊണ്ടുവരുന്നതാണ്. ഒരു കോഫി ഷോപ്പിൽ നിന്നും കോഫി വാങ്ങിയ ശേഷം ഞാൻ അർബാറ്റ് സ്ട്രീറ്റിലൂടെയുള്ള നടത്തം തുടർന്നു. ഇവിടെ നേരത്തെ നമ്മൾ കണ്ട പാട്ട് പാടിക്കൊണ്ടിരുന്ന 2 കുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങും വിദ്യാർത്ഥികളെ കാണാനായിട്ട് സാധിക്കും. അതായത് ഇവർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ വരുന്നത് അർബാറ്റ് സ്ട്രീറ്റിലേക്കാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ തിയേറ്റർ ആർട്ടിസ്റ്റുകളും കലാകാരന്മാരും എല്ലാം സംഗമിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് ഈ അർബാറ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ വിദ്യാർത്ഥികൾ കൂടി എന്തൊക്കെയോ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും നടക്കുകയാണ്. കുറേ നോട്ട്സ് ഒരു ബോർഡിൽ എഴുതി ഒട്ടിച്ച് എന്തൊക്കെയോ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. അവരെന്നോട് എഴുതാൻ പറഞ്ഞു. ഞാനും എന്തൊക്കെയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത സെറ്റ് ഓഫ് പാട്ടുകാരെ ഇവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു ഭയങ്കര എനർജിയിലാണ് പാട്ടുകളൊക്കെ പാടുന്നത്. അങ്ങനെ നേരം സന്ധ്യയായി, ഇരുട്ടി തുടങ്ങി. അർബാറ്റ് സ്ട്രീറ്റിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു. വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ്. ലോകത്ത് ഏത് വാക്കിംഗ് സ്ട്രീറ്റിൽ പോയാലും ഇതുപോലെ ചില കലാകാരന്മാരെ കാണാൻ വേണ്ടി സാധിക്കും. ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഒരുപാട് കാഴ്ചകളാണുള്ളത്. ഞാൻ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരമ്മയും 2 കുഞ്ഞു മക്കളും കൂടെ പാട്ട് പാടുന്നു സ്ട്രീറ്റിൽ നിന്നിട്ട്. എനിക്ക് വളരെയധികം റെസ്പെക്റ്റ് തോന്നി ആ ഒരു അമ്മയോട്. കാരണം ആ കുഞ്ഞു കൊച്ച് നല്ല വഴക്കായിരുന്നു. അതിനെ വെച്ചിട്ട് പാട്ട് പാടി ഉപജീവന മാർഗം നടത്തുന്ന അവരെ കണ്ട് അവരുടെ പാട്ട് കേട്ട് ഞാനൊരു ചെറിയ ടിപ്പൊക്കെ കൊടുത്തു. അങ്ങനെ നടന്ന് ഒരു റെസ്റ്റോറൻറ്റിലെത്തി പതിയൊരു ഫുഡൊക്കെ വാങ്ങിച്ചു. ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോയും ബീഫും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു വിഭവം. ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി ഇവിടെ അസംഷൻ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഈസ്റ്റർ ആഘോഷങ്ങൾ നടക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വേറൊരു രാജ്യത്ത് ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. അസംഷൻ കത്തീഡ്രൽ നിങ്ങൾക്കറിയില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ സന്ദർശിച്ച പാൻഫിലോ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന അസംഷൻ കത്തീഡ്രൽ. ദേവാലയത്തിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. അതായത് ഈസ്റ്റർ കേക്കും അതുപോലെ തന്നെ സമ്മാനങ്ങളൊക്കെ ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവാലയത്തിന് പുറത്ത് കത്തിച്ച മെഴുകുതിരികളുമായിട്ട് നിൽക്കുന്ന സ്ലാവിക് ജനതയാണ് ഈ കാണുന്നത്. എൻ്റെ കൂട്ടുകാരി റഷ്യക്കാരി ദാഷിയിൽ നിന്നും അറിയാൻ സാധിച്ചതാണ് ഇവരെല്ലാം സ്ലാവിക് ജനതയാണ്. സ്ലാവിക് ഈസ്റ്റർ ആഘോഷമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെയും എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഹോസ്റ്റലിലേക്ക് നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഹോസ്റ്റലിലെത്തി. ഇവിടുന്ന് ബാഗ് പാക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്കും എത്തി. അങ്ങനെ കസാക്കിസ്ഥാൻ എന്ന രാജ്യത്തോട് വിട പറയുകയാണ്. അടുത്തൊരു വീഡിയോ സീരീസുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.